ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ICMR, വിയന്ന കൺവെൻഷൻ ഓൺ കോൺസുലർ റിലേഷൻസ്, NBFCs, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, ക്ലോഡ് 3.5 സോണറ്റ്, PFRDA. അപ്പോൾ അതിലാദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICMR-നെ കുറിച്ചാണ്. ഈ ICMR-നെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ICMR-ആയിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 1-നകത്ത് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അതായത് കോവാക്സിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പാറ്റന്റ് ഫയലിങ്ങിനകത്ത് ഭാരത് ബയോടെക്കിനെ മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ, ICMR-നെ അതിൽ നിന്ന് ഒമിറ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ICMR-നെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ICMR എന്ന് പറയുന്നത് ഇന്ത്യയിൽ ബയോമെഡിക്കൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ അപ്പെക്സ് ബോഡിയാണ്, അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഓർഗനൈസേഷനാണ് ICMR എന്ന് പറയാം. ഓക്കെ, അതായത് ബേസിക്കലി ബയോമെഡിക്കൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഫോർമുലേഷന്, കോർഡിനേഷന്, പ്രൊമോഷൻ ഓഫ് ബയോമെഡിക്കൽ റിസർച്ച്, ഈ 3 കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്ത്യയിലെ ഹയസ്റ്റ് ബോഡിയാണ് ICMR എന്ന് പറയുന്നത്. ഇത് 1911 ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നൊരു സമയത്ത് ഇന്ത്യൻ റിസർച്ച് ഫണ്ട് അസോസിയേഷൻ അല്ലെങ്കിൽ IRFA എന്നുള്ള പേരിലാണ് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. പക്ഷെ പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1949 ഇതിൻ്റെ പേര് ഈ IRFAയിൽ നിന്ന് മാറ്റിയിട്ട് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അല്ലെങ്കിൽ ICMR എന്നാക്കി മാറ്റുന്നത്. ഇനി ICMR-ൻ്റെ പ്രധാനപ്പെട്ട ഒരു മാൻഡേറ്റ് അല്ലെങ്കിൽ ഇവരുടെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ മെഡിക്കൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് കോർഡിനേറ്റ് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ജോലി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന മെഡിക്കൽ ഇന്നവേഷൻസ് പ്രൊഡക്റ്റുകളായിട്ടും പ്രോസസ്സുകളായിട്ടും മാറ്റുക, അത് പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനായിട്ട് പറയുന്നത്. ഇനി ICMR-നെ ഫണ്ട് ചെയ്യുന്നത് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് റിസർച്ചിൻ്റെ കീഴിൽ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് റിസർച്ചിൻ്റെ കീഴിലാണ് ICMR വരുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഗവൺമെൻറ് അതിനെ ഫണ്ട് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇനി ICMR-നെ അവരുടെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗവേണിംഗ് ബോഡി ഉണ്ട്. ആ ഗവേണിംഗ് ബോർഡിനെ പ്രിസൈഡ് ചെയ്യുന്നത്, ആ ഗവേണിംഗ് ബോർഡിനെ ഹെഡ് ചെയ്യുന്നത് യൂണിയൻ ഹെൽത്ത് മിനിസ്റ്ററാണ്, അതായത് കേന്ദ്ര ആരോഗ്യ മന്ത്രിയാണ്. അതുപോലെ തന്നെ ഈ സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ മാറ്റേഴ്സിൽ ICMR-നെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സയൻറ്റിഫിക് അഡ്വൈസറി ബോഡി ഉണ്ട്. ആ സയൻറ്റിഫിക് അഡ്വൈസറി ബോഡി എന്ന് പറയുന്നത് ഈ ബയോമെഡിക്കൽ ഡിസിപ്ലിൻസിൽ അല്ലെങ്കിൽ ബയോമെഡിക്കൽ ഫീൽഡിലുള്ള ഡിഫറെൻ്റ് മേഖലകളിലുള്ള എമിനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള മെമ്പേഴ്സ് ആയിരിക്കും അതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് വിയന്ന കൺവെൻഷൻ ഓൺ കോൺസുലാർ റിലേഷൻസ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ട്രീറ്റിയെ കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഇപ്പോൾ അമേരിക്കൻ പൗരനായിട്ടുള്ള എന്നാൽ അതേസമയം ഇന്ത്യ ഒരു തീവ്രവാദിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഖാലിസ്ഥാൻ സെപ്പറേറ്റിസ്റ്റ് ലീഡർ ഉണ്ട്. അതായത് സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന സംഘടനയുടെയൊക്കെ പ്രധാനപ്പെട്ട ലീഡറായിട്ടുള്ള ഒരു ഗുർപത്വന്ത് സിംഗ് പാനൂൺ എന്ന് പറയുന്ന ഒരാളുണ്ട്, ഒരു അമേരിക്കൻ സിറ്റിസൺ ആണ്. അദ്ദേഹത്തിനെ വധിക്കാൻ വേണ്ടിയിട്ട് കോൺട്രാക്ട് നൽകി അല്ലെങ്കിൽ അദ്ദേഹത്തിന് വധിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു ആരോപണത്തിൻ്റെ പേരിൽ ഇന്ത്യൻ പൗരനായിട്ടുള്ള ഒരാളെ, ഒരു ഗുപ്ത എന്ന് പറയുന്ന ആളെ റീസെൻ്റ്ലി ഒരു യൂറോപ്യൻ കൺട്രി അമേരിക്കയിലേക്ക് എക്സ്ട്രാഡൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഗുപ്തയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയോ അല്ലെങ്കിൽ ഈ ഗുപ്ത എന്ന് പറയുന്ന ആൾ ഇതുവരെ കോൺസുലാർ റിക്വസ്റ്റിന് വേണ്ടിയിട്ട് ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്നുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 9-നകത്തുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ 1963 ഈ ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി രാജ്യങ്ങൾക്കിടയിലുള്ള കോൺസുലാർ റിലേഷൻസിനെ ഡിഫൈൻ ചെയ്യുന്ന, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ട്രീറ്റിയാണ് വിയന്ന കൺവെൻഷൻ ഓൺ കോൺസുലാർ റിലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിയന്ന കൺവെൻഷൻ ഓൺ കോൺസുലാർ റിലേഷൻസിൻ്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ കൗൺസിൽ എന്നുള്ള അല്ലെങ്കിൽ കോൺസുൽ എന്നുള്ള ഒരു സംഭവമാണ്. അതായത് കോൺസുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ഡിപ്ലോമാറ്റിനിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് ഒരു കോൺസുലിനുണ്ടെന്ന് മനസ്സിലാക്കുക. ഒരു കോൺസുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിപ്ലോമാറ്റിൻ്റെ കേസിൽ 2 രാജ്യങ്ങൾക്കിടയിലുള്ള ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ രാജ്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്ത് മറ്റൊരു രാജ്യത്തിൽ ഗവൺമെൻറ്റൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഡിപ്ലോമാറ്റ് അവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഒരു കോൺസുലിൻ്റെ കേസിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഒരു കോൺസുലായിട്ടുള്ള ഒരാൾ അമേരിക്കയിലുണ്ടെങ്കിൽ അയാളുടെ ജോലി എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ട സഹായവും സപ്പോർട്ടും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഈ കോൺസുലിൻ്റെ ജോലി എന്ന് പറയുന്നത്. കോൺസുലേറ്റുകളുടെയൊക്കെ ജോലി ഇതാണ്. അപ്പോൾ ഈ വിയന്ന കൺവെൻഷൻ ഓൺ കോൺസുലർ റിലേഷൻസ് 1962 ആർട്ടിക്കിൾ 36 പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു ഹോസ്റ്റ് കൺട്രി, ഒരു രാജ്യത്തിൽ
മറ്റൊരു രാജ്യത്തിലെ പൗരനായിട്ടുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യുകയോ ഡിറ്റെയിൻ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ അറസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഡിറ്റൻഷനെ കുറിച്ച് ആ വ്യക്തി ഏത് രാജ്യക്കാരനാണോ ആ രാജ്യത്തിലെ എംബസിയെ അല്ലെങ്കിൽ കോൺസുലേറ്റിനെ അറിയിച്ചിരിക്കണം എന്നുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് ഈ കോൺസുലേറ്റിനെ അല്ലെങ്കിൽ ഈ കോൺസുലേറ്റിലുള്ള കോൺസുലർമാർക്ക് എന്ത് ചെയ്യാം, ഈ ആളെ വിസിറ്റ് ചെയ്യാനും അയാൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്റർനാഷണൽ ട്രീറ്റി അനുസരിച്ചിട്ടുള്ള അവകാശമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ വിയന്ന കൺവെൻഷൻ ഓൺ കോൺസുലർ റിലേഷൻസിനകത്ത് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു കേസിന്റെ കോണ്ടക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പൗരനായിട്ടുള്ള ഒരാൾ ഇപ്പോൾ അമേരിക്കയുടെ കസ്റ്റഡിയിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റിനെ അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഇന്ത്യൻ എംബസിനെ അമേരിക്കൻ ഗവൺമെന്റ് ഇക്കാര്യം അറിയിക്കണം. ഇയാളെ ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇയാൾക്ക് വേണ്ട നിയമസഹായമോ മറ്റുള്ള സഹായങ്ങളൊക്കെ കൊടുക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സഹായങ്ങൾ കിട്ടാനുള്ള അവകാശം അയാൾക്കും അത് കൊടുക്കാനുള്ള അവകാശം ഇന്ത്യൻ ഗവൺമെന്റിനും ഇന്ത്യയിലുള്ള അവിടുത്തെ കോൺസുലേറ്റിനും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇതാണ് വിയന്ന കൺവെൻഷൻ ഓൺ കോൺസുലർ റിലേഷൻസിനകത്ത് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വിയന്ന കൺവെൻഷൻ ഓൺ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിയന്ന കൺവെൻഷൻ ഓൺ കോൺസുലർ റിലേഷൻസും. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് NBFCസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ NBFC സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് NBFC സെക്ടറിനകത്തുള്ള കസ്റ്റമർ പ്രൊട്ടക്ഷനെ കുറിച്ചൊക്കെ ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 11 ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ NBFCസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ NBFCs എന്ന് പറയുന്നത് ബേസിക്കലി ബാങ്കിങ് ഫങ്ഷൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു ബാങ്ക് ചെയ്യുന്നതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന പക്ഷെ ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബോഡീസിനെയാണ് NBFCs എന്ന് വിളിക്കുക. അപ്പോൾ 2013 കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളായിരിക്കും ഈ NBFCs എന്ന് പറയുന്നത്. പക്ഷെ അവരുടെ ബിസിനസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ആയിരിക്കും. അതായത് കടം കൊടുക്കുക, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, ലീസിങ്, ഹയർ പർച്ചേസ്, ഇൻഷുറൻസ്, അതുപോലെ തന്നെ ചിറ്റ് ഫണ്ടുകൾ, നമ്മൾ മലയാളത്തിൽ ചിട്ടികൾ എന്നൊക്കെ പറയുന്ന ഇത്തരത്തിലുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന പക്ഷേ എന്നാൽ ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബോഡീസിനെയാണ് അല്ലെങ്കിൽ എൻറ്റിറ്റീസിനെയാണ് NBFCs എന്ന് വിളിക്കുക. അപ്പോൾ NBFCs ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുകയും അവർ ചെയ്യുന്ന ബിസിനസ് ബാങ്കിങ്ങിന് സമാനമായിട്ടുള്ള ബിസിനസ്സും ആയതുകൊണ്ട് തന്നെ NBFCsനെ റെഗുലേറ്റ് ചെയ്യാനുള്ള അധികാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ഗുഡ്സ് ട്രേഡിങ്, സർവീസസ്, റിയൽ എസ്റ്റേറ്റ് ഡീലിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് NBFCs എന്ന് മനസ്സിലാക്കുക. ഈ NBFCsന്റെ പ്രൈമറി ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആളുകൾക്ക് ലോണുകളും മറ്റുള്ള അഡ്വാൻസസും കൊടുക്കുക, ഷെയറുകൾ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോക്കുകൾ, ബോണ്ടുകൾ, ഡിബഞ്ചേഴ്സ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് പോലുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അതേസമയം ഇവരൊരിക്കലും ഈ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ, ഗുഡ്സ് ട്രേഡിംഗ് സെക്ടർ ഇങ്ങനെയുള്ള സെക്ടേഴ്സുമായിട്ടൊന്നും അവർക്ക് നേരിട്ട് ബന്ധമുണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ ട്രഡീഷണൽ ബാങ്കുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് NBFCsന് നടത്താൻ പറ്റുന്ന സാമ്പത്തിക ഇടപാടുകൾക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവർക്ക് ഒരിക്കലും ഡിമാൻഡ് ഡെപ്പോസിറ്റ് വാങ്ങിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമാകാൻ അവർക്ക് പറ്റില്ല. ഇനി അതേസമയം ഈ NBFCsനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ഈ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ഫെസിലിറ്റി ഉണ്ട്, നമ്മുടെ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ കൊടുക്കുന്ന, അതിൻ്റെ കീഴിൽ ഇവർക്ക് സംരക്ഷണം കിട്ടില്ല എന്നും മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് PMLA അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഡൽഹി ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിവിറ്റീസ് ആക്ട് അനുസരിച്ച് കുറച്ചു കാലം മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് റീസെൻ്റ്ലി ഇപ്പോൾ ഡൽഹിയിലെ ട്രയൽ കോർട്ട് ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ജാമ്യം അനുവദിച്ചത് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയതായിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ പത്രങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ജാമ്യം റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഒരു കാരണമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ച് സാധാരണഗതിയിൽ നമ്മൾ ഈ ക്രിമിനൽ ലോസിനകത്ത് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട് ഇന്ത്യയിൽ. അതായത് ബെയിൽ ഈസ് ദി നോം, ജയിൽ ഈസ് ദി എക്സെപ്ഷൻ എന്ന് പറയും. അതായത് സാധാരണഗതിയിൽ ഒരു കേസിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അയാളെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് പറ്റുമെങ്കിൽ അയാൾക്ക് ജാമ്യം കൊടുക്കണം. അപൂർവം കേസുകളിൽ മാത്രമേ അല്ലെങ്കിൽ അപൂർവമായിട്ട് മാത്രമേ അയാളെ അതായത് ജയിലിലടക്കാൻ പറ്റൂ, വിചാരണ തടവുകാരനായിട്ട് ജയിലിലടക്കാൻ പറ്റൂ എന്ന് പറയാറുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ ചില നിയമങ്ങൾ ഇത് നേരെ തിരിച്ചാണ്. അതായത് അവിടെ ജയിൽ ഈസ് ദി നോം, ബെയിൽ ഈസ് ദി എക്സെപ്ഷൻ എന്നുള്ളതാണ്. അത്തരത്തിലുള്ളൊരു നിയമമാണ് ഈ PMLA എന്ന് പറയുന്നത്. അതായത് PMLA ആക്ട് അനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് ബെയിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ സെക്ഷൻ 45 അനുസരിച്ച് വരുന്ന ഒരു ട്വിൻ ടെസ്റ്റ് ഉണ്ട്.
അത് പാസ്സായാൽ മാത്രമേ, അല്ലെങ്കിൽ ആ ട്വിൻ ടെസ്റ്റ് അല്ലെങ്കിൽ 2 കണ്ടീഷൻസ് ഉണ്ട്, ആ കണ്ടീഷൻസ് മീറ്റ് ചെയ്താൽ മാത്രമേ ഇവർക്ക് ബെയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ളൊരു ആർട്ടിക്കിൾ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 15 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ജസ്റ്റ് ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക. 2002 ഇന്ത്യയിൽ മണി ലോണ്ടറിങ് അല്ലെങ്കിൽ ഈ കള്ളപ്പണം വെളുപ്പിക്കലൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളൊരു നിയമമാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അല്ലെങ്കിൽ PMLA എന്ന് പറയുന്നത്. അപ്പോൾ ഈ PMLA ആക്ട് അനുസരിച്ച് ഇത്തരത്തിൽ ഈ മണി ലോണ്ടറിങ്ങുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ മണി ലോണ്ടറിങ്ങിലൂടെ സമ്പാദിച്ചിട്ടുള്ള സ്വത്തുവകകളൊക്കെ കണ്ടുകെട്ടാനുള്ള കാര്യങ്ങളും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കാനുള്ള കാരണം ഇന്ത്യയൊക്കെ പാർട്ടി ആയിട്ടുള്ള ഒരു മണി ലോണ്ടറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിയന്ന കൺവെൻഷൻ ഉണ്ട്. ആ വിയന്ന കൺവെൻഷനകത്തുള്ള ഇന്ത്യയുടെ കമ്മിറ്റ്മെന്റ് ഫുൾഫിൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഇത് പാസ്സാക്കുന്നത്. ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് നടപ്പിലാക്കുന്ന ഏജൻസി എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. നമ്മുടെ മിനിസ്റ്റർ ഓഫ് ഫിനാൻസിന്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂവിന്റെ ഭാഗമായിട്ട് വരുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് PMLA ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് കണ്ടക്ട് ചെയ്യുന്നതൊക്കെ ED ആണെന്ന് അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഇന്ത്യയിലുള്ള എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്കും ബാങ്കുകൾക്കും RBI ഉൾപ്പെടെയുള്ള ബാങ്കുകൾക്കും മ്യൂച്വൽ ഫണ്ടുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, മറ്റുള്ള ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ഇവർക്കെല്ലാം തന്നെ PMLA ആക്ട് ബാധകമാണ്. അതുപോലെ തന്നെ ഈ PMLA ആക്ടിന്റെ പ്രധാനപ്പെട്ട ഗോളുകളായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മണി ലോണ്ടറിങ് പ്രിവെന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ക്രൈംസ്, അതുപോലെ തന്നെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിലേക്കൊക്കെ പണം ഒഴുകുന്നത് തടയുക, അതുപോലെ തന്നെ ഈ മണി ലോണ്ടറിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയൊക്കെ സമ്പാദിച്ചിട്ടുള്ള സ്വത്തുവകകൾ കണ്ടുകെട്ടുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇനി പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിനകത്ത് പറയുന്ന പണിഷ്മെന്റുകൾ എന്ന് പറയുന്നത് ഒന്ന് സീജർ ഓഫ് അസറ്റ്സ് ആൻഡ് റെക്കോർഡ്സ് ആണ്, 2 ക്രിമിനൽ പ്രൊസീഡിങ്സിലൂടെ സമ്പാദിച്ചിട്ടുള്ള സ്വത്തുവകകൾ കണ്ടുകെട്ടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മിനിമം 3 വർഷവും മാക്സിമം 7 വർഷവും, ഇപ്പോൾ ചില കേസുകൾ അത് 10 വർഷം വരെയാണ്, 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന പ്രൊവിഷൻസും ഈ PMLA ആക്ടിനകത്ത് പറയുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി എന്താണ് ഈ PMLA ആക്ടിനകത്ത് പറയുന്ന ട്വിൻ ടെസ്റ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ ട്വിൻ ടെസ്റ്റിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് PMLA ആക്ടിന്റെ സെക്ഷൻ 45 ആണ്. ഈ സെക്ഷൻ 45-നകത്താണ് ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾക്കുള്ള ബെയിലിനെ കുറിച്ച് അല്ലെങ്കിൽ അവർക്കുള്ള ജാമ്യ വ്യവസ്ഥകളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ ജാമ്യ വ്യവസ്ഥയെ കുറിച്ച് പറയുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനെ പറയുന്നത് നോ കോർട്ട് ക്യാൻ ഗ്രാൻഡ് ബെയിൽ ഫോർ ഒഫൻസസ് അണ്ടർ ദിസ് ലോ എന്നാണ് പറയുന്നത്. അതായത് ഈ നിയമത്തിനകത്ത് അല്ലെങ്കിൽ ഈ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഒരു കോടതിയും ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്. അതായത് ഒരു നെഗറ്റീവ് ടോണിലാണ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ലാംഗ്വേജിലാണ് ഈ ബെയിലിനെ കുറിച്ച് പറയുന്നത്. എന്നിട്ട് അത് പറഞ്ഞതിന് ശേഷം ചില എക്സെപ്ഷൻസ് പറയുന്നുണ്ട്, എക്സെപ്റ്റ് സർട്ടൻ സർക്കംസ്റ്റാൻസസ് എന്ന് പറഞ്ഞിട്ട് എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ബേസിക് പ്രിമൈസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് ലാംഗ്വേജിലാണ് ഈ ജാമ്യ വ്യവസ്ഥ പറയുന്നത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇതിനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒരു നെഗറ്റീവ് ലാംഗ്വേജ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ജയിൽ ഈസ് ദി റൂൾ ആൻഡ് ബെയിൽ ഈസ് ദി എക്സെപ്ഷൻ എന്ന് പറയാനുള്ള കാരണം. ഇനി ഇതിനകത്തുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഈ ബെയിൽ കൊടുക്കുന്നതിന് മുമ്പായിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഭാഗം കേട്ടതിന് ശേഷം മാത്രമേ ബെയിൽ കൊടുക്കാൻ പറ്റൂ എന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രോസിക്യൂട്ടർ, അതായത് പബ്ലിക് പ്രോസിക്യൂട്ടർ ബെയിലിനെ ഒപ്പോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഗവൺമെന്റിന്റെ വക്കീല് ബെയിൽ അപ്ലിക്കേഷൻ ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ കോടതി ബെയിൽ കൊടുക്കുന്ന കാര്യം പരിഗണിക്കുന്ന സമയത്ത് ഈ ട്വിൻ ടെസ്റ്റ് അപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ട്വിൻ ടെസ്റ്റ്? ട്വിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് 2 കണ്ടീഷൻസ് ആണ്. അതായത് ഈ പറയുന്ന PMLA ആക്ട് അനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാൾ ജാമ്യത്തിന് വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കുകയും കോടതിയിൽ ആ ജാമ്യത്തിനുള്ള അപേക്ഷ ഗവൺമെന്റ് ഒപ്പോസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ കോടതി എന്ത് ചെയ്യണം? ഈ ട്വിൻ ടെസ്റ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ള ആള് അയാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് ഒരു വിശ്വാസം ഉണ്ടാവണം. അതായത് മനസ്സിലാക്കി ഇത് ട്രയൽ കംപ്ലീറ്റ് ആയിട്ട് ആവാത്തൊരു കേസാണ്, ട്രയൽ ഫേസിലുള്ള ഒരു കേസാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഉള്ള ഒരു കേസാണ്. പക്ഷെ അപ്പോഴേക്കും കോടതിക്ക് തോന്നണം ഇയാൾ ഈ കുറ്റം ചെയ്തിട്ടില്ല, ഈ അക്യൂസിന്റെ പേരിലുള്ള ഈ ആരോപണം തെറ്റാണ്, അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തോന്നണം. അപ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അങ്ങനെ ഒരിക്കലും കോടതിക്ക് ചുമ്മാ ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. ഇനി രണ്ടാമത്തത്, ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തോന്നിയാൽ മാത്രം പോരാ, ഇയാൾ ഇത്തരത്തിലുള്ള ഒഫൻസസ് ഈ ബെയിലിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ള ഒഫൻസസ് ഈ ബെയിലിരിക്കുന്ന സമയത്ത് കമ്മിറ്റ് ചെയ്യില്ല എന്നുള്ള ഒരു ഉറപ്പും കൂടി കോടതിക്ക് വേണം. ഈ 2 കണ്ടീഷൻസും മീറ്റ് ചെയ്താൽ മാത്രമേ അയാൾക്ക് ജാമ്യം കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഇതിനെയാണ് ട്വിൻ ടെസ്റ്റ് അല്ലെങ്കിൽ ഈ 2 കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ചില സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ബെയിൽ കണ്ടീഷൻസ് ഈ PMLA ആക്ടിന്റെ മാത്രം പ്രത്യേകതയല്ല, ഇന്ത്യയിലുള്ള പല നിയമങ്ങൾക്കും ഇത്തരത്തിലുള്ള പ്രത്യേകതകളുണ്ട്, ഇത്തരത്തിലുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് 1940 സെക്ഷൻ
36AC, അതുപോലെ തന്നെ നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് അല്ലെങ്കിൽ NDPS ആക്ടിൻ്റെ സെക്ഷൻ 37, അതുപോലെ തന്നെ UAPA ആക്ടിൻ്റെ സെക്ഷൻ 43D ക്ലോസ് 5, ഇതിനകത്തൊക്കെ ഇത്തരത്തിലുള്ള സിമിലർ പ്രൊവിഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഈ പറയുന്ന ട്വിൻ ടെസ്റ്റ് ഒരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യമാണെന്നും പറഞ്ഞുകൊണ്ട് പലപ്പോഴും സുപ്രീം കോടതിയിൽ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കേസുകൾ വന്നിട്ടുണ്ട്. അപ്പം അതിനകത്ത് ആദ്യം വന്നിട്ടുള്ള കേസുകളിലൊന്നാണ് 2017 വന്നിട്ടുണ്ടായിരുന്ന നികേഷ് താരാചന്ദ് ഷാ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസ്. അപ്പോൾ ആ കേസിനകത്ത് സുപ്രീം കോടതി ഈ പ്രൊവിഷൻ ഭരണഘടനാ വിരുദ്ധമാണെന്നും പറഞ്ഞുകൊണ്ട് ഈ ട്വിൻ ടെസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബെയിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള PMLA ആക്ടിൻ്റെ ഈ പ്രൊവിഷൻ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് സ്ട്രക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത വർഷം ഇന്ത്യൻ പാർലമെന്റ് 2018 ഫിനാൻസ് ആക്ടിലൂടെ ഈ സെയിം പ്രൊവിഷൻ ഈ നിയമത്തിനകത്ത് റീഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോടതി, ഇന്ത്യയിലെ പരമോന്നത കോടതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊവിഷൻ വീണ്ടും പാർലമെന്റ് ഒരു അമെൻമെന്റിലൂടെ ഈ നിയമത്തിനകത്ത് ആഡ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അതും ഭരണഘടനാ വിരുദ്ധമായിരിക്കുമല്ലോ. അപ്പോൾ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ ആ കാലഘട്ടത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അവസാനം ഒരു 4 വർഷങ്ങൾക്ക് ശേഷം 2022 ഈ പറയുന്ന 2018 അമെൻമെന്റിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള കേസ് സുപ്രീം കോടതി വിധി പറയുന്നത്. അപ്പോൾ ഒരുപാട് പെറ്റീഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ ആ കേസ് അറിയപ്പെടുന്നത് ഒരു വിജയ് മദൻലാൽ ചൗധരി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള പേരിലാണ്. അപ്പോൾ പക്ഷേ ഈ കേസിനകത്ത് സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തത്. സുപ്രീം കോടതി ഇത് സ്ട്രക്ക് ഡൗൺ ചെയ്യാൻ വിസമ്മതിക്കുകയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇപ്പോഴും ഇത് ലീഗലി അല്ലെങ്കിൽ ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ക്ലൗഡ് 3.5 സോനറ്റ് എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളിനെ കുറിച്ചാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 15 ഒരു വാർത്ത വന്നിട്ട് അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ AI ടൂൾ എന്ന് പറയുന്നത് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ആന്ത്രോപിക് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. ഇപ്പോൾ ChatGPT, OpenAIയുടെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് കണക്കാക്കുന്നത് ഈ ആന്ത്രോപിക്കിനെയാണ്. അപ്പോൾ അവർ റിലീസ് ചെയ്തിട്ടുള്ള പുതിയ ഒരു ലാർജ് ലാംഗ്വേജ് മോഡലാണ് ഈ പറയുന്ന പെർട്ടിക്കുലർ ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആന്ത്രോപിക് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫാമിലി ഓഫ് LLMs ഉണ്ട്, അതിൻ്റെ ഭാഗമാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇവർ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഫാമിലി ഓഫ് LLMസിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്, ഇതിനെ വിളിക്കാറുള്ളത് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമേഴ്സ് എന്നുള്ള പേരിലാണ്. അതായത് അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മളൊരു വലിയൊരു ടെക്സ്റ്റ് ഒക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അടുത്ത വേർഡ് എന്തായിരിക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള ലാംഗ്വേജസ് ആണ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനകത്ത് വരുന്ന LLMs ആണ് ഇതെന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ആന്ത്രോപിക് എന്ന് പറയുന്ന കമ്പനിയുടെ ക്ലെയിംസ് അനുസരിച്ച് ഈ ക്ലൗഡ് 3.5 സോനറ്റ് എന്ന് പറയുന്നത് പുതിയ ചില ഇൻഡസ്ട്രി ബെഞ്ച് മാർക്കുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിലവിലുള്ള പല ഇത്തരത്തിലുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽസിനെക്കാട്ടും ബെറ്റർ ആണ് ഇവരുടെ ഈ ക്ലൗഡ് 3.5 സോനറ്റ് എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കോഡിംഗ് പ്രൊഫഷൻസി അല്ലെങ്കിൽ ഹ്യൂമൻ എവാൾ എന്ന് പറയും, ഗ്രാജുവേറ്റ് ലെവൽ റീസണിങ്, അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ നോളജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിലവിലുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽസിനെക്കാട്ടിലും ബെറ്റർ പെർഫോമിംഗ് ആണിതെന്ന് പറയുന്നുണ്ട്. ഇനി അതുകൂടാതെ ഈ ക്ലൗഡ് 3.5 സോനറ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ്ങസ്റ്റ് വിഷൻ മോഡലുള്ള ലാർജ് ലാംഗ്വേജ് മോഡലാണെന്നാണ് പറയുന്നത്. സ്ട്രോങ്ങസ്റ്റ് വിഷൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജിനെ അനലൈസ് ചെയ്തുകൊണ്ട് അത് എവിടെ നിന്നാണ് എന്താണെന്നുള്ള കാര്യങ്ങൾ പറയാൻ കേപ്പബിലിറ്റി ഉള്ള കാര്യങ്ങളാണ് വിഷൻ മോഡൽസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ളൊരു LLM ആണ്, അല്ലെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള LLM ആണെന്നാണ് നമ്മൾ പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഇമേജുകളിൽ നിന്ന്, കൃത്യതയില്ലാത്ത ഇമേജുകളിൽ നിന്ന് ടെക്സ്റ്റ് ട്രാൻസ്ക്രൈബ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും ഇതിനുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് PFRDA കുറിച്ചാണ്, അല്ലെങ്കിൽ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 19 ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ PFRDA എന്ന് പറയുന്നത് 2003 ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു റെസൊല്യൂഷന്റെ അടിസ്ഥാനത്തിൽ, ഗവൺമെന്റ് റെസൊല്യൂഷന്റെ അടിസ്ഥാനത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു റെഗുലേറ്ററി ബോഡിയാണെന്ന് മനസ്സിലാക്കി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ പെൻഷൻ സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബോഡിയാണ്. പിന്നീട് 2004 ഇന്ത്യൻ ഗവൺമെന്റ് ഈ നാഷണൽ പെൻഷൻ സ്കീം അല്ലെങ്കിൽ NPS ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ NPSനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. നിലവിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിലാണ് ഇവർ വരുന്നത്. അപ്പോൾ ഈ ഒരു PFRDA എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള പെൻഷൻ സെക്ടറിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒയാസിസ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ്
1990-കളുടെ അവസാനത്തിൽ 98-99 സമയത്ത് ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ PFRDA എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പിന്നീട് 2013 വന്നിട്ടുള്ള PFRDA ആക്ട് എന്ന് പറയുന്നൊരു നിയമമുണ്ട്. അതായത് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആക്ട് എന്ന് പറയുന്നൊരു നിയമമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിപ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവരുടെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ പെൻഷൻ സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇവരുടെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ചെയർപേഴ്സണും മാക്സിമം 6 മെമ്പേഴ്സുമാണ്. ആ 6 മെമ്പേഴ്സിനകത്ത് അറ്റ്ലീസ്റ്റ് 3 പേരെങ്കിലും ഹോൾ ടൈം മെമ്പേഴ്സ് ആയിരിക്കണം, ഫുൾ ടൈം മെമ്പേഴ്സ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇവരൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഇനി PFRDയുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ഓൾഡ് ഏജ് ഇൻകം സെക്യൂരിറ്റി ഉണ്ട്, അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ പ്രൊമോട്ട് ചെയ്യും? ഒന്ന്, നമ്മുടെ ഇന്ത്യയിലുള്ള പെൻഷൻ ഫണ്ടുകളെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെയും ഈ പെൻഷൻ ഫണ്ടുകളുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഈ പെൻഷൻ ഫണ്ടിൻ്റെ ഉപഭോക്താക്കളെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലൂടെയും ഈ പറയുന്ന ഇന്ത്യയിലെ ഓൾഡ് ഏജ് ഇൻകം സെക്യൂരിറ്റിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിലുള്ള നമ്മുടെ NPS, ഈ NPSനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ്, സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ്, അതുപോലെ തന്നെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഓട്ടോണമസ് ബോഡീസ്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്തുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ്, മറ്റുള്ള പൗരന്മാർ, ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് NPSനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള പെൻഷൻ മാർക്കറ്റിൻ്റെ ഓർഡർലി ആയിട്ടുള്ള ഗ്രോത്തും ഡെവലപ്മെൻറ്റും എൻഷുർ ചെയ്യുക എന്നുള്ളതും PFRDയുടെ ഒരു ഒബ്ജക്റ്റീവാണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. സോ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.